ഹായ്. ഞാനാ, എന്നെ മനസ്സിലായോ? ഞാൻ ഇന്ന് ഒരു വർക്കിന് പോയി. എൻ്റെ വർക്ക് എന്താണെന്ന് അറിയാമല്ലോ, വെൽഡിങ്. അപ്പോൾ വർക്കിന് പോയ വീട്ടിൽ 2 പൂവൻ കോഴിയും ഒരു പിടക്കോഴിയും. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഈ 2 പൂവനെയും കൊടുക്കുവാന്ന് പറഞ്ഞു. എനിക്ക് ഈ പൂവൻ കോഴിയും ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, നാടൻ കോഴി. ഇപ്പം നേരെ നമ്മൾ അവനെ തൂക്കി ഈ അപ്പോൾ ഉറങ്ങുമായി. ഒരുത്തൻ ഉറങ്ങി കണ്ടോ, ആ പുള്ളി ആണോ പറഞ്ഞപ്പോഴേ തല പൊക്കി കണ്ടോ. ഇവൻ്റെ കൂടെ ഉള്ള ഒരുത്തനായിരുന്നു ഒരു വൈറ്റ് പുള്ളിയുള്ള ഒരു പൂവനായിരുന്നു. പക്ഷേ ഈ വീട്ടിലോട്ട് ഞാനിത് കൊണ്ടുവന്ന് ഇവനെ കൂട്ടിലിട്ട് കഴിഞ്ഞപ്പം അങ്ങ് കൂവൽ തുടങ്ങി. കൂവൽ തുടങ്ങിക്കഴിഞ്ഞപ്പം പരിസരവാസികളെല്ലാം ചോദിച്ചു. ഇപ്പോൾ ഒരനക്കമില്ലായിരുന്നിടത്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നേരെ എൻ്റെ മോനോട് പറഞ്ഞിടാ ഏതവനാടെ കൂവുന്നേ നീ ശ്രദ്ധിക്കാൻ പറഞ്ഞ്. ഇവിടെ ഇത് മാത്രമല്ല, ഒരുപാട് സംഭവം ഇവിടെ ഉണ്ട്. നേരെ മുയലുണ്ട് കണ്ടോ, നല്ല നല്ല മുയലുണ്ട്. പിന്നെ ഇവരെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ടോമിയുണ്ട് കണ്ടോ, ഞങ്ങളുടെ ജിങ്കാടി ജിങ്കൻ കണ്ടോ. അവനാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത് കണ്ടോ, അവനെ കണ്ടോ, അവനാണ് ഇവിടെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഈ പൂവൻ വന്നപ്പം മുതൽ അവൻ്റെ ആ ഫേസ് ഭയങ്കര വിഷയമാണ്. ഇവൻ അന്നേരം തൊട്ട് ഇവൻ കൂട്ടിക്കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു കണ്ടോ. ഇപ്പോൾ അടങ്ങിയിരിക്കത്തില്ല. ഇവൻ ആ സ്മെല്ല് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ, ഞാൻ എന്ത് പറഞ്ഞാലും അവന് മനസ്സിലാവുന്നുണ്ട് കണ്ടോ. അവൻ ഭയങ്കര സംഭവമാണ്. അപ്പം നേരെ ഇനി അവന് ഞാൻ പറഞ്ഞിടാ ഇല്ല, ഇനി അവൻ കൂവത്തില്ല. ഇവൻ്റെ കിട്ടിയിരുന്നെങ്കിൽ കടിച്ച് പറിച്ച് അവൻ നശിപ്പിച്ചാനെ. ഇല്ലൂടാ ടോമി. കണ്ടോ നമ്മുടെ ടോമിയത് എന്നറിയോ, നട്ട അടുപ്പിലേക്ക് അവനെ നേരെ അടുപ്പിലേക്കല്ല അവനെ കൊണ്ടുവന്ന് അത് വാഷ് ചെയ്ത് എല്ലാം വൃത്തിയാക്കി എടുത്തതിന് ശേഷം നേരെ ഞാൻ ആ അടുപ്പിലോട്ട് കൊണ്ടുവന്നു. നേരെ നിങ്ങളെ കൊണ്ടുവന്ന് എവിടെയൊക്കെ അറിയാം, ഇപ്പം അടുപ്പിൽ കിടന്ന്. എനിക്ക് ഈ അടുപ്പിൽ വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളൂ. എനിക്ക് ഗ്യാസ് സംഭവം ഇഷ്ടമല്ല. ഗ്യാസിൽ എനിക്ക് കൂടുതലും ഗ്യാസിൽ വെച്ച സംഭവം നമ്മൾ കഴിക്കാറില്ല. അങ്ങനല്ലാണ്ടോ നേരെ അടുപ്പിലോട്ട് വെച്ചാണ്ടോ. ഇത് എന്താ പറയുക, ഈ ബ്ലാക്ക് എനിക്ക് ഇങ്ങനൊരു ബ്ലാക്ക് കിട്ടണം. ഇങ്ങനൊരു ചെറിയൊരു ബ്ലാക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം ഞാൻ ഈ അടുപ്പിൽ കണ്ടോ ഈ സംഭവം കണ്ടോ, ഇത് നിങ്ങളെ കണ്ടോ, ഇതുണ്ടോ, ഇത് ഞാൻ പണ്ട് ചോദിക്കുമായിരുന്നു ഇതെന്തുവാ എന്ന്. പക്ഷെ എന്താ പറയുക, ഇത് കിഡ്നി. ഇത് പൂവൻ കോഴിയിൽ ഉള്ള സംഭവമാണ്. പൂവൻ കോഴി പിടക്കോഴിയിൽ അങ്ങനെ കാണാറില്ല, ഉണ്ടാവും. പക്ഷെ ഇത്ര വലിപ്പത്തിലേ ഇതിപ്പം വെന്ത് ചുരുങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഇങ്ങനെ കണ്ടോ, അടുപ്പിൽ വേവിച്ച ചിക്കൻ കണ്ടോ. നിങ്ങൾ കണ്ടു നോക്കി. ഇത് കപ്പയിലോട്ട് ഇപ്പം കപ്പ ഇവിടെ ഉണ്ട്, ഞാൻ കപ്പ കാണിക്കാം. പക്ഷെ കപ്പ അവർ ഗ്യാസിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ചിക്കനിലോട്ട് പോയത്. പക്ഷെ അടിപൊളിയാണ് കണ്ടോ, കണ്ടു നോക്ക്, നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്താ മണമെന്ന് പറയും. ഇതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 100-200 മീറ്ററിനകത്ത് ഇത് പറക്കും കണ്ടോ. നിങ്ങൾ നോക്ക്, ആവി പറക്കുന്നുണ്ടോ. എന്നാ മണോ എൻ്റെ പൊന്നോ. എന്തോ ചൂടാടെ, ചൂട് പറഞ്ഞിട്ട് കാര്യമില്ല, ടേസ്റ്റ്. നാടനായിട്ട് തന്നെ കഴിക്കണ്ടായോ, നമുക്ക് വാഴയില വെട്ടി കഴിച്ചാലോ നല്ല രുചിയാന്ന് അച്ചാമ്മ പറഞ്ഞേ. വാഴയിലേക്കകത്തോ? ആണോ തങ്കു? എന്തുവാ വാഴയിലല്ലോ. നമുക്ക് നോക്കിയാലോ. രാത്രി ഇല വെട്ടിക്കൂടാ കേട്ടോ. പണ്ടത്തെ തലമുറയിലേ രാത്രി ഇല വെട്ടിക്കൂടാന്ന്. നിങ്ങളുടെ ആഗ്രഹം കൊണ്ട് നമ്മുടെ വാഴയോട് ചോദിച്ചിട്ട്, വാഴേ ഈ ഇല ഞാൻ വെട്ടിക്കോട്ടെ, എൻ്റെ വാഴേ ഈ ഇല ഞാൻ വെട്ടിക്കോട്ടെ, അങ്ങനെ 3 വട്ടം പറയണം. എന്തുവാ, വാഴേ ഈ ഇല വെട്ടിക്കോട്ടെ. അങ്ങനെ നമ്മൾ ഈ വാഴയില 3 തവണ പറഞ്ഞിട്ട് വെട്ടി. കഷ്ടം, അതിൻ്റെ ദുഃഖം കണ്ടോ. വാ പറ. അതിന് നമ്മൾ ഇതിനെ കഴുകണം. പിച്ചാത്തിയും കഴുകി വാഴയിലും കഴുകി. എന്താണെന്നറിയോ, ഇത് വവ്വാലില്ലേ, വവ്വാലൊക്കെ രാത്രിയിലൊക്കെ ഇതിനകത്ത് അപ്പിയിടും. അതുകൊണ്ടാ വൃത്തിയായില്ലയോ ഇല. അപ്പാ നിങ്ങളുടെ ആഗ്രഹ പ്രകാരം വാഴയില കൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് കണ്ടോ. ശരിയാണോ? ഇനിയിപ്പോ ഞാൻ ഇത് വിളമ്പി തരും. വിളമ്പുന്നതിന് കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പൊ
ആ ഓക്കെ. അപ്പൊ നമ്മള് ആദ്യം ഇനി നമ്മള് കപ്പ വിളമ്പാം. നമ്മുടെ അയ്യത്തെ കപ്പ, നമ്മുടെ അയ്യത്തെ കപ്പ, നമ്മുടെ ചീനി നമ്മളെ എന്ന് പറയുന്നത്. പക്ഷെ കപ്പയെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അച്ഛനെ കപ്പയാക്കി. അച്ഛന് മഞ്ഞൾ കൂടുതൽ, അച്ഛന് മഞ്ഞൾ കൂടുതൽ ഇഷ്ടമാണ്. കാരണം നമ്മുടെ മഞ്ഞൾ ഇച്ചിരി മഞ്ഞൾ കൂട്ടിയിടും. എന്താ പറയുക, കൃമികടിയൊക്കെ ഉണ്ടെങ്കിൽ മാറും. കണ്ടോ, അടിപൊളി കപ്പ. ആ മഞ്ഞൾ കൂടുതലാണ്. ആ അത് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തുവാ കപ്പ അല്ലേ? ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടം ചിക്കനാണ്, എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് കൂടുതലും ബോയിലർ ചിക്കനാണ് ഇഷ്ടം. എങ്കിലും ഇതൊന്ന് കഴിച്ചു നോക്ക്. ഇതൊന്ന് കഴിച്ചു നോക്ക്. നിങ്ങളിതൊന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് പറ. നേരെ ആണ്ടേ അച്ഛൻ കഴിക്കുന്ന എങ്ങനെ അറിയാം? അച്ഛൻ ഇത് വണ്ട ഇഷ്ടം എന്ന് പറയാം. ഇങ്ങനെ തട്ടിയിടണം, ഇങ്ങനെ കണ്ടോ. ഇതിനകത്തോട്ട് ഇങ്ങനെ തട്ടി മുട്ടി ഇല്ല തട്ടി കണ്ടോ, ഇങ്ങനെ കിടക്കണം കണ്ടോ. ഇങ്ങനെ പരന്ന് കിടന്നാലേ അച്ഛന് ഇഷ്ടപ്പെടത്തുള്ളൂ. എനിക്ക് അച്ഛനത് മാത്രമല്ല, ഇത് ഇങ്ങനെ നിറഞ്ഞു കാണണം. ഇത്രയും കഴിക്കത്തില്ലെങ്കിലും എനിക്കിങ്ങനെ നിറഞ്ഞിരിക്കണം കണ്ടോ. ഇതാണ് അച്ഛൻ്റെ ഒരു ഇഷ്ടം. പക്ഷെ ഇത് മാത്രമല്ല, അച്ഛൻ ഗൾഫിൽ നിന്ന സമയത്ത് ഇതേപോലെ കപ്പയും ഇതൊക്കെ മേടിക്കുമ്പോൾ മുമ്പേ കൊണ്ടുവെക്കുന്നത് എന്തറിയോ? അവിടെ സലാഡാ. അതെന്തോ സലാഡെന്നറിയോ? തൈര് ഒഴിക്കത്തില്ല. എന്തുവോ തൈര് ഒഴിക്കാതെ ആണ്ട ഇതേമാതിരി കണ്ടോ കണ്ടോ, സവാള, മുട്ടക്രോസ്, പച്ചമുളക്, ഇതിൻ്റെ നാരങ്ങ നീര്, നമ്മളിപ്പോൾ പറയുന്നത് ഒഴിച്ചിട്ടുണ്ട്, പച്ചമുളക്, ക്യാരറ്റ്. ഇത് ആദ്യമേ ഇതങ്ങ് തിന്ന് തീർക്കും. അങ്ങനെ ഇത്. അപ്പം കഴിച്ചു നോക്കെ എങ്ങനെ. തക്കാളി അവിടെ, ഈ തക്കാളി, ടൊമാറ്റോ കണ്ടോ. ഇത് ഇങ്ങോട്ട് കഴിച്ചു നോക്കെ എങ്ങോട്ടെന്ന് പറ. കൊളവാടാ തങ്കു. അപ്പം നോക്കെ. അപ്പം നിങ്ങൾ എവിടാ നിങ്ങൾ നോക്കിയത്? ചിക്കനിലാണോ ഈ സലാഡിലാണോ? ഇനി നിങ്ങളെ കഴിച്ചു തുടങ്ങും. അച്ഛൻ പറഞ്ഞ പോലെ കഴിച്ചു തുടങ്ങും. ആദ്യം ഇതിൽ അച്ഛൻ തിന്നത് ആദ്യം ഇതാ. എന്നിട്ട് ശേഷമാണ് അച്ഛൻ ഈ ചിക്കൻ കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കെ ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് പറ. ആദ്യം നമ്മൾ വെജിറ്റബിളിൽ നിന്ന് നേരെ പോകുന്നത് കഴിച്ചു. അവനോട് കൊടു. അച്ഛൻ്റെ കറി എങ്ങനെയുണ്ട്? ചൂടോടെ കഴിക്കണം. ചിക്കന് ചൂടാ. ഇപ്പൊ ചൂടാ കഴിക്കണം. ഇപ്പൊ മഴയില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ബോയിലർ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ചിക്കൻ കൊള്ളാവോ? അതെന്താന്നറിയോ? ഈ കറി വെക്കാന് സൂപ്പറാണോ? അപ്പൊ കഴിച്ചോ. കണ്ടോ അപ്പൊ ടോമി അവന് മണം അടിച്ച്. അവൻ ടോമിക്ക് എന്തോ നിങ്ങളും കഴിച്ചോ. ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് തരാം. എടാ മോനെ, ഇങ്ങനല്ല കഴിക്കണ്ടേ. ഇത് കഴിക്കുന്ന അറിയാം. നോക്കണം, ഇതിനകത്ത് നോക്കുമ്പോ ഇതിനകത്ത് ഏതാ മാംസം കിടക്കുന്നത് കണ്ടാ. ഇതിനെ എടുക്കുക കണ്ടോ. ഇതാണ് ബുദ്ധി. നിങ്ങൾക്ക് ബുദ്ധിയില്ല. നോക്ക് കണ്ടോ, ഇത് മൊത്തം മാംസമാ. ഈ മാംസം എടുത്തിട്ട് ഈ കപ്പ കണ്ടോ, നല്ല കപ്പ എടുത്തിട്ട് കണ്ടോ. അവന് ബുദ്ധിമാനാ കണ്ടോ. അവൻ ജോലി എടുത്തോണ്ട് പോയി കണ്ടോ. ആഹാ, അപ്പൊ മണ്ട ഞാനായി കണ്ടോ. ഇത് കണ്ടോ, ഇത് എടുത്തിട്ട് കണ്ടോ ഈ അരപ്പ് പെരട്ടി കണ്ടോ. അരപ്പെട്ടി എനിക്ക് സവാള ഭയങ്കര ഇഷ്ടം. സവാള കണ്ടോ. ഈ സവാള എടുത്ത് കണ്ടോ. എനിക്ക് ഇതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ വലിയൊരു സംഭവം ഇതിനകത്തുണ്ട്. എന്താ അറിയോ? എന്തുവാ നോക്കണം. ഇത്രയും ഇതിനകത്തിരിക്കുന്നു. വലിയ ചിക്കൻ കാലിരിക്കുന്ന എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഏറ്റവും ടേസ്റ്റുള്ള സാധനം എന്തോ അറിയോ? അതെന്തോ കരട് അല്ല എടാ. എല്ലാരും അതിലും ടേസ്റ്റുള്ള സാധനമുണ്ട്. ഇപ്പൊ ഒന്ന് ഭയങ്കര സ്വർണത്തിനേക്കാൾ വിലയുള്ള സാധനമാ. എന്തുവാ? താണ്ട തേങ്ങാക്കോത്ത. ഈ തേങ്ങാക്കോത്ത് കണ്ടോ. നിങ്ങളെല്ലാരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളെല്ലാരും ഇത് വീട്ടിൽ ഉണ്ടാക്കണം. ഇങ്ങോട്ടും വന്ന് നിങ്ങൾ കഴിക്കണം. നിങ്ങൾ ഇത് കഴിച്ചോ. அந்த கவாலி இங்கே இருக்க அந்த சிக்கன் ചിക്കൻ പെരട്ട്. ഇതാ പെരട്ട്, അല്ലാതെ എല്ലാവരും പെരട്ടുന്ന പെരട്ടല്ല ഇത്. ഇതാണ് അടിപൊളി പെരട്ട്. ചിക്കൻ പെരട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് പെരട്ട് കണ്ടോ.
നിങ്ങൾ നോക്ക്, ഇത് നല്ല നമ്മുടെ അടുപ്പിലിട്ട പെരട്ട ചിക്കൻ പെരട്ട് എന്ന് വെച്ചാൽ കണ്ടോ, ഇതിനകത്ത് ഗ്രേവി ഇല്ല, ഇത് കറക്റ്റാണ് കണ്ടോ. ഇത് കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ടേസ്റ്റാന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളിന്ന് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം, അല്ലേ വെച്ച് നോക്ക്. അടിപൊളി സാധനമാണിത്, അടിപൊളിയാണത്. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണേ, പിന്നെ കമന്റ് വിട്ടണം. ഇന്നാ നിങ്ങളും കഴിച്ചോ. ടാറ്റാ.